ഹായ് എവരിവൺ. ഞാനും രാഹുൽ ഈശ്വറും സംസാരിച്ചാലല്ലേ പ്രശ്നം? ഇപ്പോൾ അതിജീവിതയുടെ നാട്ടുകാരായ പെണ്ണുങ്ങൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിജീവിതയെക്കുറിച്ച് യുവതികൾ തന്നെ പറയുന്നുണ്ട്. യുവതികൾക്ക് എന്താണ് പറയാനുള്ളത് അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, പൊന്നു പ്രേക്ഷകരെ, സൈബർ ആക്രമണമാണ്. നിങ്ങൾ 3 ലൈക്ക് ഇട്ടാൽ, 3 പേര് ലൈക്ക് അടിച്ചാൽ 1 ലൈക്കാണ് കാണിക്കുന്നത്. രാഹുൽ, അതായത് നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിലിനെ സപ്പോർട്ടായി ഞങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 3 ലൈക്കിന് 1 ലൈക്കാണ് കാണിക്കപ്പെടുന്നത്. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നില്ല. അത്രയധികം സൈബർ ആക്രമണമാണ് ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ. പൊന്നു പ്രേക്ഷകരെ, ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് രാഹുൽ മങ്കൂട്ടത്തിനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു എന്ന് ഞാനും നിങ്ങളും പറയുമ്പോൾ അതിജീവിത പറയുന്നത് ഞാൻ ഡിവോഴ്സ് ആയിരുന്നു, അതായത് രാഹുലിനെ പരിചയപ്പെടുമ്പോൾ ഞാൻ ഡിവോഴ്സ് ആയിരുന്നു എന്ന പച്ചക്കളവായിരുന്നു അതിജീവിത പറഞ്ഞത്. ആ തെളിവ്, അതായത് അതിജീവിത ഡിവോഴ്സ് അല്ല, അവൾ പച്ചക്കളവാണ് പറഞ്ഞത് എന്നുള്ള തെളിവ് ഞാൻ ആദ്യം പ്ലേ ചെയ്യാം. അതിനുശേഷം നാട്ടുകാരായ പെണ്ണുങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് ഞാൻ പ്ലേ ചെയ്യാം. പേരും കള്ളി 4 ദിവസം മാത്രമാണ് കല്യാണമെന്ന്, എന്നിട്ട് 1 മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന്. എന്തൊരു പെരും കള്ളമാണ് പെരുങ്കള്ളി പറയുന്നത്. അതായത് ഭർത്താവിനോട്, ഈ പെണ്ണിന്റെ, ഈ വ്യാജ അതിജീവിതയുടെ ഭർത്താവിനോട് ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ് അടക്കം എന്റെ കയ്യിലുണ്ട്. 4 ദിവസമാണ് കല്യാണം എന്നുള്ളത് പച്ച കള്ളമാണ്. 1 മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്നുള്ളത് പച്ച കള്ളമാണ്. എൻ്റെ അദ്ദേഹത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ് അടക്കം ഉണ്ട്. ഞാനത് വെളിയിൽ വിടാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എനിക്ക് മാന്യത ഉള്ളതുകൊണ്ടാണ്. 4 ദിവസമേ കല്യാണം നടന്നു എന്നുള്ളത് പച്ച കള്ളമാണ്. എന്തൊരു കള്ളമാണ്! 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്ന്. ഒഴിയാൻ എന്താ, മുറി വല്ലതും ആണോ? കല്യാണം ഒഴിഞ്ഞു എന്ന്, അതായത് ഡിവോഴ്സ് ആയി എന്ന് പറയാൻ പറ്റൂല. ആൾക്കാർ വീണ്ടും ചോദ്യം ചെയ്യും. ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്, കുറച്ച് വേഗമായിട്ട് സംസാരിച്ചാൽ മതി, അവിടെയും ഇവിടെയും തൊടാതെ സംസാരിച്ചാൽ മതി. 1 മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന്. ഒഴിയാൻ ഇത് വാടക മുറി വല്ലതും ആണോ? ഇപ്പോഴും ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. പച്ചക്കള്ളം. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. അതിജീവിത എന്ന് പറയുന്ന ആ പെണ്ണ് രാഹുൽ മങ്കൂട്ടത്തിലിനെ അടുപ്പമുണ്ടാക്കുമ്പോൾ വീട്ടിൽ ഭർത്താവ് ഉണ്ടായിരുന്നു, വീട്ടിൽ ഭർത്താവ് ഇരിക്കുകയായിരുന്നു, ഭർത്താവിനെ അതായത് ഭർത്താവിനെ ചതിച്ചുകൊണ്ടാണ് ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിനോട് അടുപ്പമുണ്ടാക്കിയത്. ഇത് ഞാൻ എടുത്തു കാണിക്കാൻ കാരണം, ഇല്ലെങ്കിൽ ആ പെണ്ണ് ഡിവോഴ്സ് ആണല്ലോ എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനുള്ള ആ പെണ്ണ് ഡിവോഴ്സ് അല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ആദ്യം വെച്ചത്. നമുക്കപ്പോൾ എന്താണ് നാട്ടുകാരികളായ പെണ്ണുങ്ങൾക്ക് പറയാനുള്ളത്? ആണുങ്ങൾ പറഞ്ഞാലല്ലേ പ്രശ്നം. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, ആണ് മാത്രം വിചാരിച്ചാൽ എന്ത് കാര്യങ്ങളും നടക്കത്തില്ല. അവളും കൂടെ അതിന്റെ പുറകെ അവളാണ് പോയത്. അവൾക്ക് നല്ല പയ്യന്മാരെ കണ്ടപ്പോൾ വശീകരിച്ച് അവളെ അവന്റെ ഭാവി തകർത്തിട്ട് അവളെ ഇതിനെ ആര് പ്രേരിപ്പിച്ചാലും ഈ ചെയ്യുന്ന പാവങ്ങൾ എന്താണെന്ന് അവള് അറിഞ്ഞ് ഇവനെതിരെ ഈ വർത്തമാനം പറയുന്നവരെല്ലാം ഇതിന്റെ 10 തലമുറ അനുഭവിക്കും. ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം, വേദന എന്താണെന്ന് സാറ് സമൂഹത്തോട് ഒന്ന് വിളിച്ചു പറയുകയും അത് മാത്രമല്ല, ഇത്രത്തോളം സാറ് ചെയ്തതിന്റെ ഒരു റിസൾട്ട് കിട്ടാൻ ഉള്ള അവസാന ഒരു കൈക്ക് ആണ്. ഞാൻ കോൺഗ്രസ്സുകാരി ഒന്നും അല്ല, പക്ഷെ ആ കുട്ടിയെ വളരെ വളരെ ഇഷ്ടമാണ്. അതുപോലൊരു പ്രതിപക്ഷത്ത് ഒരു ലീഡർ കോൺഗ്രസിൽ വളർന്നു വരുന്നതിനെ വളരെ അഭിമാനത്തോടു കൂടി കാണുന്ന കുറച്ച് വ്യക്തികൾ, നിഷ്പക്ഷരായ ജനസമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. ഈ ഇലക്ഷൻ സമയത്ത് എത്രയോ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആക്കി നമ്മുടെ ഓരോ വ്യക്തികൾ, ആ മന്ത്രിസഭയിൽ തന്നെ ഇരിക്കുന്ന ഗണേശ് ആകട്ടെ, അതുപോലെ തന്നെ മുകേഷ് ആകട്ടെ, അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ഓരോ മന്ത്രിമാരും MLA മാരും ഏതെങ്കിലും ഒരാള് നല്ല സ്വഭാവമുള്ളവരുണ്ടോ? മുകേഷിന്റെ വിഷയത്തിൽ എത്രയോ കേസ് ആ ഭാര്യ തന്നെ. ശരിയാണ്, 100% ശരിയാണ്. അതായത് അതിജീവിതയെ കുറിച്ച് പറഞ്ഞതും ശരിയാണ്, മുകേഷിനെ കുറിച്ച് പറഞ്ഞതും ശരിയാണ്. മുകേഷിനെതിരെ വരുന്ന കേസുകളൊക്കെ സർക്കാർ മുക്കുകയാണ്. എന്താ അല്ലേ? ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. കുറേ ഉണ്ട്, ഓഡിയോ ക്ലിപ്പ് അടങ്ങുന്ന കുറേ തെളിവുകളുണ്ട്. നമ്മൾ വെറുതെയല്ല പറഞ്ഞത്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇല്ലെങ്കിൽ നമ്മളെ പൂക്കും. അതായത് നമ്മളിടുന്ന വീഡിയോയിൽ എന്ത് കിട്ടുന്നുണ്ട് എന്ന് കാക്കുകയാണ് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എവിഡൻസ് സഹിതമാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എവളക്ക് തക്ക ശിക്ഷ ഈ ചെയ്തിരിക്കുന്ന ഈ കൊലയാളി എന്ന് പറയുന്ന അവളെ എന്താണ് അവളെ സംബോധന ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല സാറേ.
അത്രയ്ക്കും ഉള്ള നീചയായ ഈ സ്ത്രീയെ സമൂഹം കല്ലെറിയണമെന്നാണ് എനിക്ക് അതിനോട് പറയാനുള്ളത്. അവന് നീതി കിട്ടണം. അവൻ സമൂഹത്തിൽ ഉയർന്ന വലിയ വലിയ സ്ഥാനങ്ങൾ, കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാകേണ്ട ഒരു പയ്യനാണ്. അവന് ദൈവം അവനോടൊപ്പം ഉണ്ടാകും. അതിന് ഈ എത്ര കോൺഗ്രസ്സുകാർ വിചാരിച്ചാലും എത്ര ആളുകൾ വിചാരിച്ചാലും അവനെ സാറ് രക്ഷപ്പെടും. ചാനലിലൂടെ വരുന്ന വാർത്തകളും ഞാൻ കാണുന്നു. ഒരാളെങ്കിലും ദൈവദൂതനെ പോലെ ഒരു വാക്ക് പറയാൻ, മറ്റ് ചാനലുകളുടെ വാർത്ത കാണരുത്. ഒരു വ്യക്തികളുടെ ചാനൽ, ഇതുപോലുള്ള ചാനലുകാരന്മാരെ ആദ്യം ചാണകവെള്ളം കുടച്ച് അവനെ പുറത്തിറക്കണം. ഈ വാർത്തകൾ കാണാൻ ജനങ്ങൾ തയ്യാറാകരുത്. അവന്റെ ചാനലിനെ പൂട്ടിക്കണം. അതാണ് ജനസമൂഹം ചെയ്യേണ്ടത്. എനിക്ക് മറ്റൊന്നും പറയാൻ എനിക്ക് ആ പയ്യന്റെ ഇന്നലെ ഒന്നും ഞാൻ കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നോക്കൂ, ഈ ചേച്ചി പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ നാട്ടിലുള്ള 24, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് അടങ്ങുന്ന വലിയ വലിയ ചാനലുകൾ ഒരു സൈഡാണ് അവിടെ സംസാരിക്കുന്നത്. അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുകയാണ്. അവിടെ അവന്മാർ എന്തുകൊണ്ട് നോക്കുന്നില്ല? അതായത് വീട്ടിലൊരു ഭർത്താവ് ഉള്ള സമയത്ത് എന്തിനാണ് ഈ യുവതി രാഹുലിനൊപ്പം? അതായത് രാഹുലിനൊന്നും അറിയില്ല കേട്ടോ, ഈ പെണ്ണ് വിവാഹം കഴിഞ്ഞ വിവരമൊന്നും രാഹുലിന് അറിയുന്നില്ല. എല്ലാം കഴിഞ്ഞ ശേഷമാണ് രാഹുലിന് അറിയുന്നത് ട്രാപ്പാണ് ഇതൊക്കെ. അതായത് ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് വഞ്ചിച്ച് പ്രണയിക്കുകയാണ് ഇവൾ. അതിനൊന്നും ഈ ചാനൽ പറയുന്നില്ല. അതായത് ചാനൽ പറയണം, ആ പെണ്ണ് വീട്ടിൽ ഭർത്താവ് ഉണ്ടായിരിക്കെ എന്തിനാണ് രാഹുലിനെ പ്രണയിച്ചത്? ആര് പറഞ്ഞിട്ടാണ് രാഹുലിനെ പ്രണയിച്ചത്? നോക്കൂ, 1 വർഷം പോലും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞ്, വീട്ടിൽ ഭർത്താവ് ഇരിക്കെ രാഹുലിനെ പ്രണയിക്കുകയാണ്. ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തതാണോ പ്രണയിക്കാന്? പൈസ കൊടുത്ത് രാഹുലിനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെടുത്തണം, 2026 ഇലക്ഷൻ വരുമ്പോൾ രാഹുൽ മങ്കൂട്ടത്തിലിനെ എങ്ങനെയെങ്കിലും ഒരു ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ആരോ പറഞ്ഞു കൊടുത്തതാണോ? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. ഇതൊന്നും മാധ്യമങ്ങൾ പറയില്ല. മാധ്യമങ്ങൾ പറയുന്നത് രാഹുൽ പീഡിപ്പിച്ചു എന്നാണ്. വളരെ വളരെ മോശം. ഒരു നല്ല സത്യസന്ധമായ മാധ്യമ പ്രവർത്തകരാണെങ്കിൽ 2 ഭാഗം കേൾക്കണം. ഞാൻ പറഞ്ഞത് രാഹുലിന്റെ ഭാഗവും കേൾക്കണം, അതിജീവിതയുടെ ഭാഗവും കേൾക്കണം. ഇത് അതിജീവിതയുടെ ഭാഗം മാത്രം കേൾക്കുന്നത് വളരെ വളരെ തെറ്റാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. കാരണം ഈ രാഹുലിന് ഈ കേക്കച്ചൻ എടുത്ത് പള്ളേ കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? ഈ രാഹുലിലാണ് നമുക്കൊരു പ്രതീക്ഷയുള്ളത്. നാടിന്റെ നന്മയ്ക്ക് അവനെ കൊണ്ട് സാധിക്കും. നഷ്ടപ്പെട്ടു പോയ ഒരു സന്തോഷ സമാധാനം രാഹുൽ ഉൾപ്പെടുന്ന യുവത്വത്തിന് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് ഈ ആദ്യമായിട്ടാണ് ഞാനൊരു പാർട്ടി പ്രവർത്തനത്തിന്, ഒരു ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയേക്കണത്. അപ്പോൾ അത് സത്യത്തിൽ ഇപ്പൊ ഒരു വിഷമായിട്ട് മാറിയേക്കാം. അത് അവനെ പെടുത്തിയതാ. അല്ലെങ്കിൽ പെടുത്താതെയാണെങ്കിൽ ഈ ഒരു പുരുഷനായിട്ടുള്ള ബന്ധത്തിന്റെ വോയിസ് ചാറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ സ്ത്രീ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെടുത്തിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളത് ചർച്ച ചെയ്തും പറഞ്ഞും കേട്ടതൊക്കെയാണ്. അത് തന്നെയല്ല, ആ സ്ത്രീ പക്ക ഡീസന്റ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. അതായത് സ്ത്രീകൾ തന്നെ പറയണം. ഇപ്പോൾ പുരുഷന്മാർ പറയുമ്പോഴാണ് പ്രശ്നമാവുന്നത്. സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട് ആ പെണ്ണ് ചതിച്ചതാണെന്ന്. ഇനിയാണ് നിയമം. അപ്പോൾ ഞാൻ പറയുമ്പോഴും രാഹുൽ ഈശ്വർ പറയുമ്പോൾ തെറ്റാണ്. ഇപ്പോൾ സ്ത്രീകൾ തന്നെ രംഗത്ത് വന്ന് വരുന്നത് വളരെ വളരെ നല്ലതാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. കൊടുത്തു. അതുപോലെ തന്നെ ഗണേശന്റെ വിഷയത്തിൽ അവരെയൊക്കെ എന്ത് നടപടിയെടുത്ത് എത്ര ലുക്കൗട്ട് നോട്ടീസ് അയച്ചു. ഇത് മനസ്സിലാക്കാൻ ഈ കോൺഗ്രസിന്റെ സതീശനെ പോലുള്ള ലീഡർമാര് ചാണവെള്ളം കുടഞ്ഞ് പുറത്തിറക്കാതെ എനിക്ക് അതിനൊന്നും സംഭാഷണം പറയാൻ വയ്യ. അവനെല്ലാം ഇത് അനുഭവിക്കാതെ എങ്ങും പോകത്തില്ല സാറേ. എനിക്ക് ശരിക്കും ഒരു വേദനയോടെ ആ കുട്ടി, ശരിക്കും ദൈവം അവനെ വഴി നടത്തണം. അവൻ വലിയൊരു ലീഡറാവും. ഇല്ലെങ്കിൽ അവന്റെ ഒരു ജീവിതം, ഇത്രയും അറിവും കഴിവും പ്രാഗൽഭ്യവും ഉള്ള ഒരു പയ്യനെ സമൂഹം അതിനെ എങ്ങനെ ഉയർത്തേണ്ടതാണ്? ഈ കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടായ ഒരു വ്യക്തിയെ ഇത്രത്തോളം തകർത്ത് ഈ കേരളത്തിന്റെ ഭരണം ഇനിയെങ്കിലും കേരളത്തിന് ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയപ്പോൾ വീണ്ടും ഈ സതീശനെ പോലുള്ള ദുർഘട വിഷങ്ങൾ വീണ്ടും അതിനെ വളരെ വളരെ മോശമായിട്ട് ഈ സമൂഹത്തെ കാണുന്ന ഒരു സാഹചര്യം, അത് ഒരിക്കലും ആ പയ്യനെ രക്ഷപ്പെടുത്താൻ സാറിനെ കൊണ്ട് ഈ സമൂഹത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം, ഞങ്ങളടങ്ങുന്ന സ്ത്രീകൾ ഒന്നടങ്കം ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം. ഞാനൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് കണ്ണൂർ തൊട്ട് തിരുവനന്തപുരമുള്ള എല്ലാ സ്ത്രീകളും സമരം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ എതിർത്തിട്ടില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. നോക്കൂ, നിങ്ങൾ സർക്കാരിനെതിരെ ശബ്ദം ഉയർത്തുന്നവരെ ഒരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്യുകയാണ്.
രാഹുൽ ഈശ്വറിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്? അതിജീവിതയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു എന്ന പേരിൽ എവിടെയാണ് രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു സംഭവം ചെയ്തത്? ഫോട്ടോ പോയിട്ട് പേര് പോലും രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല. അപ്പോൾ വെറുതെ അറസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇപ്പോൾ എല്ലാവരും സമരം ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഇല്ലെങ്കിൽ ഭാവി കേരളം നശിച്ചു പോകും. സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഗതിയിലേക്ക് നമ്മുടെ കേരളം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അതായത് ഒരു ചെറിയ ചെല്ലുണ്ടല്ലോ, ഇപ്പോൾ 2 മരങ്ങളുണ്ടെങ്കിൽ ചെറിയ മരണം, ഇപ്പോൾ ഒരു മരം നമ്മൾ വിത്തിട്ടതിന് ശേഷം അത് വളർന്നു വരുന്ന സമയത്ത് നമുക്കതിനെ ഇതാക്കാൻ പറ്റും, കഷ്ണമാക്കാൻ പറ്റും കൈകൊണ്ട്. ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് മരം വലുതായതിനു ശേഷം നമുക്ക് എത്ര പണിയുണ്ട്, മിഷൻ വേണം കട്ട് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ, ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന ഈ വിട്ടിത്തരത്തെക്കുറിച്ച് നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ഖേദിക്കേണ്ട, ഇല്ലെങ്കിൽ ഭാവിയിൽ ഖേദിക്കേണ്ടി വരും. നോക്കൂ, നിങ്ങൾ സർക്കാരിനെതിരെ അല്ലെങ്കിൽ വേറെ ആരാണ് പെട്ടിട്ടുള്ളത് അവർക്കെതിരെ നമ്മൾ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു. വല്ലാത്തൊരു നീക്കമാണ്. പേടിച്ചുകൊണ്ട് ആരും സത്യത്തിന്റെ ഭാഗം സംസാരിക്കുന്നില്ല. ഞാൻ ഒരിക്കലും പേടി എന്നെ ആ കേത്തകരിലെ നിങ്ങൾ കൂട്ടണ്ട, കൊന്നാലും ശരി സത്യങ്ങൾ ഞാൻ തുറന്ന് പറയും. ഇപ്പം എന്നെ നാളെ ജയിലിലിട്ട് ഒരു 10 വർഷം കഴിഞ്ഞ് അളക്കിയാലും ഞാൻ 10 വർഷം കഴിഞ്ഞ് ഇതേ പണി ഞാൻ തുടങ്ങും. ഓക്കെ, ഇതിൽ ഒരു ഡൗട്ടും വേണ്ട. അതായത് ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവള് 1 വർഷം പോലും ആവാണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആവാത്ത ഒരു സ്ത്രീ ഒരു അന്യപുരുഷന്റെ കൂടെ പോയി കിടന്നു. അല്ലാണ്ട് ഇതുവരെ ഇതുപോലെ എത്ര പേര് കൂടെ പോയി കിടന്നുണ്ടാവും നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവളുടെ ഹിസ്റ്ററി പുറത്തു വിടേണ്ടതാണ്. അവളെത്ര സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അത് എന്തായാലും അത് പുറത്ത് പറയുക തന്നെ വേണം. അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ വെറും മണ്ടന്മാരല്ലേ? അപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നേക്കണെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ഇലക്ഷൻ നമ്മൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാനും എങ്ങനെയെങ്കിലും ഈ പിണറായി സർക്കാരിനെ താഴെ ഇറക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി നിൽക്കുമ്പോൾ ഇങ്ങനൊരു വിഷയം വന്നു കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യണം? BJPക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോകാം. ഈ CPM കയറിയിട്ടുണ്ടെങ്കിൽ രണ്ടും ശരിയാണ്, നശിച്ച് നാറാണ കല്ല് പിടിപ്പിക്കും. പിന്നെ ഒരു പ്രതീക്ഷ തല്ലും തമ്മിത്തല്ലൊക്കെ ആണെങ്കിൽ ഈ കോൺഗ്രസിലാണുള്ളത്. പക്ഷെ ഈ കേകച്ചനെ പോലെയുള്ളവനൊക്കെ പറവൂര് കയറിയിട്ടുണ്ടെങ്കിൽ ഇവനെ നോക്കണ്ട, അവനൊക്കെ ശരിക്കും പൂട്ടിക്കെട്ടുന്ന സമയം കഴിഞ്ഞു. ഓക്കെ, 100% ശരിയാണ്. ഞാൻ പറയുകയാണ്, ഇത് 2026 ഇലക്ഷനിൽ ഭരണം പിടിക്കാനുള്ള നാടകമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു പെണ്ണിനിപ്പോൾ ഞാൻ പീഡിപ്പിക്കുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ കരുതുക. ഞാൻ അവളെ 3-4 വട്ടം പീഡിപ്പിക്കുന്നു, എൻജോയ് എല്ലാം ചെയ്തതിന് ശേഷം അവൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. എങ്ങനെ ഇരിക്കണം? അതായത് ഒരു വട്ടം നമ്മൾ ആദ്യ വട്ടം പീഡിപ്പിക്കുമ്പോൾ, അതായത് ഒരു എക്സാമ്പിൾ എൻ്റെ ഒരു എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു പെണ്ണിന് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ അത് പീഡനമെന്ന് മനസ്സിലാവുന്നത് 4-5 തവണ ബന്ധപ്പെട്ടതിന് ശേഷമാണോ? ആ പെണ്ണ്, അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെണ്ണ് പറയുന്നത് 4-5 തവണ എന്നെ മാറി പീഡിപ്പിച്ചു വന്നു എന്നാണ്. അതായത് മുമ്പ് എവിടെയോ 3-4 വട്ടം മുറിയെടുത്ത് താമസിച്ചു എന്നാണ്. അപ്പോൾ ആദ്യമല്ലേ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്? എല്ലാം കഴിഞ്ഞ ശേഷം എന്തിനാണ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഓഡിയോ ക്ലിപ്പും ഈ വാർത്ത ഒക്കെ കേൾക്കുമ്പോൾ ഇതൊരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് ആ പെണ്ണിന്, അതായത് ആ പെണ്ണാണ് ആദ്യം രാഹുൽ മങ്കൂട്ടത്തിനെ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ആ പെണ്ണിന് രാഹുൽ മങ്കൂട്ടത്തിനെ പ്രപ്പോസ് ചെയ്തടക്കം ആരോ ഒരാൾ പറഞ്ഞിട്ടാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. പൈസ കൊടുത്തിട്ട്, അതായത് നീ എങ്ങനെയെങ്കിലും രാഹുലിനെ വളക്കണം, അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി, അതിനാണ് ഞാൻ പറയുന്നത്, അന്വേഷിക്കണം. അവിടെ മുതൽ അന്വേഷിക്കണം. ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങനെയല്ല നീക്കേണ്ടത്. അതായത് ഈ പ്രണയം എവിടെ വെച്ച് തുടങ്ങി? ഇപ്പോൾ നമ്മുടെ സംവിധാനം ഉണ്ടല്ലോ അന്വേഷിക്കാൻ. അന്ന് ആരാണ് ചാറ്റ് തുടങ്ങിയത്? ആദ്യം തൊട്ട് തന്നെ ആരാണ് ആദ്യം ഒരു ഹായ് മെസ്സേജ് അയച്ചത്? അവിടെ മുതലാണ് അന്വേഷണം തുടങ്ങേണ്ടത്. അപ്പോൾ എല്ലാ ഗൂഢാലോചനയും കിട്ടുമല്ലോ. ഒരിക്കലും അങ്ങനെ അന്വേഷിക്കില്ല. അന്വേഷിച്ച് കഴിഞ്ഞാൽ യുവമാർക്ക് അറിയാം 8ന്റെ പണി കിട്ടുമെന്ന്. ഇതിപ്പോൾ സത്യം പുറത്ത് വരണമെങ്കിൽ 2026 കോൺഗ്രസ് അധികാരത്തിൽ വരണം. ഇപ്പോൾ VD സതീശനും ഷാഫി പറമ്പിലൊന്നും മിണ്ടുന്നില്ല. കാരണം എന്താണ്? അതായത് മിണ്ടിക്കഴിഞ്ഞാൽ യുവമാർ വാർത്ത കൊടുക്കും, പീഡന വീരന് സപ്പോർട്ട് കൊടുത്തു എന്ന്. അത് കോൺഗ്രസ് ഇവന്മാർക്ക് പേടിയുണ്ട്, ഷാഫി പറമ്പിലിനല്ല, അത് 4 വോട്ട് കുറഞ്ഞാലോ എന്ന്. അതുകൊണ്ട് മിണ്ടാതെയാണ്. പക്ഷേ 2026 പറയുന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എല്ലാം പെടും, ഉറപ്പായിട്ടും വരും. ആ പേടിച്ചിട്ടാണ് പിണറായി വിജയനും ഇപ്പോൾ അവരുടെ കൂട്ടാളികളും എങ്ങനെയെങ്കിലും നമുക്ക് തന്നെ, അതായത് LDFന് തന്നെ, നമുക്കുദ്ദേശം ഞാൻ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതല്ല, അവരുദ്ദേശിച്ചതാണ്. ഓക്കെ, LDF തന്നെ അധികാരത്തിൽ വരാൻ വേണ്ടി കളിക്കുന്ന നാടകമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.